നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശതകോടികളുടെ ചെലവെന്ന് പൊതുസമൂഹത്തിന് തോന്നും വിധം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണക്കുകളിൽ അടിമുടി വശപ്പിശകുകൾ. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുള്ള മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് തുകയാണ് ഇതെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോൾ ആക്ച്വൽസ് എന്ന് രേഖപ്പെടുത്തിയത് എന്തിനാണെന്ന് വ്യക്തമല്ല. ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൻ്റെ രത്നച്ചുരുക്കം. മെമ്മോറാണ്ടത്തിൽ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടാമെന്നാണോ? അതായത് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായം അടിച്ചു മാറ്റാൻ സർക്കാർ കണക്കിൽ കൃത്രിമത്വം കാട്ടി എന്നാണോ? കയ്യോടെ പിടികൂടിയപ്പോൾ ഉരുണ്ട് കളിക്കുകയല്ലേ സർക്കാർ, എന്നിട്ട് മാധ്യമങ്ങൾക്ക് പഴിയും. നമുക്ക് പരിശോധിക്കാം. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ, BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവ അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് ഷാജഹാനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഷാജഹാൻ, ഈ കണക്കിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കണക്കുകൾ അതിൽ നോക്കൂ. ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ് ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 4 കോടി, ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് അത് 10 കോടി, അക്കമഡേഷൻ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 15 കോടി, വെഹിക്കിൾസ് യൂസ്ഡ് ഫോർ ഇവാക്വേഷൻ അതും ബ്രാക്കറ്റിൽ ആക്ച്വൽസ് 12 കോടി, കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് ആലീഡ് വർക്ക് അതും ബ്രാക്കറ്റിൽ ആക്ച്വൽസ് കൊടുത്തിരിക്കുന്നു 1 കോടി, പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻകോട്ട്സ്, അംബ്രല ആൻഡ് ഗംബൂട്ട്സ് അത് 2,98,00,000 രൂപ, മെഡിക്കൽ കെയർ ഫോർ വളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ആക്ച്വൽസ് 2,02,00,000 രൂപ. സർക്കാർ പറയുന്നു ഇതൊക്കെ എസ്റ്റിമേറ്റ് തുകയാണ്. പക്ഷേ അതേസമയം ആക്ച്വൽസ് എന്ന ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ഒരാൾ എന്ന നിലയിൽ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഇത് കാണുന്ന ഈ സംവാദം കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാകും വിധം ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു ഷാജഹാൻ. അല്ല, ഇതിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല വിധിയാണ്. ഇങ്ങനെ സെപ്റ്റംബർ 6-ാം തീയതി ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും പിന്നെ വേറൊരു ന്യായാധിപൻ അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഈ വയനാട് വിഷയത്തിൽ ഹൈക്കോടതി ഒരു സ്വമേധയാ കേസെടുത്തിരുന്നു. ആ കേസിൽ ഈ സെപ്റ്റംബർ 6-ാം തീയതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല വിധിയിൽ ആണ് ഇപ്പോൾ ഈ വിവാദമുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗങ്ങളിലാണ് ഈ കണക്കുകൾ, ഇപ്പോൾ പാനിൽ പറഞ്ഞ കണക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി അതിനകത്ത് 2 കാര്യങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അതിനകത്ത് കുറേ ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അത് അനിൽ പറഞ്ഞതുകൊണ്ട് പിന്നെ കുറേ ആക്ച്വൽസ് വേറെ കിടപ്പുണ്ട്. ഇപ്പോൾ 350 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൃതദേഹം ഒന്നിന് 75,000 രൂപ, 2,76,00,000 രൂപ എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം കുറേ എസ്റ്റിമേറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ലളിതമായി പറഞ്ഞാൽ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ചെലവഴിച്ച ആക്ച്വൽ തുക, അതാണ് ആക്ച്വൽ എന്ന് പറയുന്നത്. ആ തുക ചെലവഴിക്കപ്പെട്ട തുകയാണ്, അതാണ് ആക്ച്വൽസ്. എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെലവഴിച്ചത് വേണമെങ്കിൽ വരാം, പക്ഷേ ഇനിയും ചെലവഴിക്കാൻ കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്ര കണക്കാക്കുന്നു. കണക്കാക്കുക എന്നുള്ളതിനാണ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം ചെലവഴിച്ച തുകയല്ലത്, പക്ഷേ അതിനകത്ത് വേണ്ട ചെലവഴിച്ച തുക ഉൾപ്പെടാം. ചെലവഴിച്ച തുകയും ഇനി ചെലവഴിക്കാൻ സാധ്യതയുള്ള തുകയും കൂടെ ചേർന്നിട്ടുള്ള ഒരു തുകയാണ് എസ്റ്റിമേറ്റ്. അതുപോലെ തന്നെ ഇപ്പം പിന്നെ എത്ര തുക ഒരു മേഖലയ്ക്ക് വേണ്ടി വരും എന്ന് നമ്മളിപ്പോൾ തന്നെ കണക്കാക്കുന്നു, അതിനും എസ്റ്റിമേറ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് 2ഉം കൂടെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിൽ അനിൽ പറഞ്ഞത് മുതൽ വേറെ കുറേ കാര്യങ്ങൾ ആക്ച്വൽസിൽ കിടപ്പുണ്ട്. അതിൽ
അനിലിപ്പോൾ പറഞ്ഞ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ആക്ച്വൽസ് ആണ് അനിലിപ്പോൾ വായിച്ചിട്ടുള്ളത്. അതെല്ലാം കൂടെ ഏതാണ്ട് 47 കോടി രൂപ വരും. പിന്നെ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ബൈ എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെവി എക്യുപ്മെൻറ്റ്സ് JCB അതിന് 15 കോടി രൂപ, ഡ്രോണ് അതുമായി ബന്ധപ്പെട്ട് 3 കോടി രൂപ, DNA സാമ്പിളിങ്ങിന് 3 കോടി രൂപ, അതുപോലെ തന്നെ റിലീഫ് മെഷേഴ്സ് ടെമ്പററി അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 31 റിലീഫ് ക്യാമ്പിൽ ജീവിക്കുന്ന 5700 പേർക്കുള്ള ചെലവ് ആക്ച്വൽസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഫുഡിന് 8 കോടി രൂപ, ക്ലോത്തിങ്ങിന് 11 കോടി രൂപ, മെഡിക്കൽ കെയറിന് 8 കോടി രൂപ, അതിനാവശ്യമായിട്ടുള്ള ജനറേറ്ററിന് 7 കോടി രൂപ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ് അത് 17 കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വൽസാണ്. അവസാനം വന്നിട്ട് പറയുന്നത് 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തുനിന്ന് ചെളി നീക്കുന്നതിന്, അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് കേട്ടോ, 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളി നീക്കുന്നതിന് 60 ദിവസത്തേക്ക് ഒരു ദിവസം 60 ലക്ഷം രൂപ കണക്കാക്കി 36 കോടി രൂപയാണ് ചെളി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ പിണറായി സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം 60 ലക്ഷം രൂപ. അതിൻ്റെ അവസാനമാണ് 380 മൃതദേഹങ്ങൾ മറവ് ചെയ്യാനായിട്ട് ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ചുകൊണ്ട് 2,76,00,000 രൂപ. ഞാൻ അത് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വൽസ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ വേറെ കുറേ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് നഷ്ടപ്പെട്ട ഇത് എല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ 50 കോടി രൂപ, പിന്നെ 13 കോടി രൂപ, ഇത് 15 കോടി രൂപ പിന്നെ കാർഷിക മേഖലയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ 3 സ്കൂളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പണിയാൻ വേണ്ടിയിട്ട് 18 കോടി രൂപ, 3 പാലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് പണിയാൻ വേണ്ടിയിട്ട് 2-3 കോടി രൂപ, 1-2 കിലോമീറ്റർ റോഡ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ളതെല്ലാം എസ്റ്റിമേറ്റുകളാണ്. ആ എസ്റ്റിമേറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്ന തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വായിച്ചത് മുഴുവൻ ആക്ച്വൽസ് ആണ്. ആക്ച്വൽസ്. അപ്പോൾ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അത് ചെലവഴിച്ചിട്ടുള്ള തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം സർക്കാർ പറഞ്ഞിട്ടുള്ള ഈ പ്രതികരണം ശുദ്ധ അസംബന്ധവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണെന്നാണ്. കാരണം സർക്കാർ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇത് മുഴുവൻ എസ്റ്റിമേറ്റ് ആണ്. അല്ല. എന്നാൽ എസ്റ്റിമേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എസ്റ്റിമേറ്റ് ഉണ്ട്. പക്ഷേ വിവാദമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ആക്ച്വൽസ് ആണ്. അത് നമ്മൾ ഓരോന്നോരോന്നായി നമ്മളൊന്നെടുത്തേ. ഇപ്പോൾ 359 മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ, സംസ്കരിക്കാൻ ഒരു മൃതദേഹത്തിന് 75,000 രൂപ ശുദ്ധ അസംബന്ധവും ഏറ്റവും വലിയ വൃത്തികേടുമല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളവിടെ കണ്ടതാണല്ലോ 350 മൃതദേഹങ്ങൾ അടക്കുന്നത്. എത്ര വികാരസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ആ മൃതദേഹം അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൗജന്യമായിട്ടല്ലേ അവിടെ നടന്നത്. സൗജന്യമായിട്ട് ആളുകൾ പിന്നെ അവിടെ പ്രവർത്തിക്കുന്നു, സൗജന്യമായിട്ട് JCB കൊണ്ട് കുഴി ഉണ്ടാക്കുന്നു, ആ കുഴിക്കകത്ത് മൃതദേഹങ്ങൾ വെക്കുന്നു. ചിലയിടത്ത് മൃതദേഹം പോലുമില്ല, കൈയൊക്കെ വെച്ച ചില സാഹചര്യങ്ങളുണ്ട്. ഷാജഹാൻ, ഞാൻ 6 ദിവസം ആ സ്പോട്ടിലുണ്ടായിരുന്നു. ഈ 6 ദിവസവും എല്ലാ കാര്യങ്ങളും അടുത്ത് നിന്ന് നോക്കിക്കാണാനും സാധിച്ചിട്ടുണ്ട്. അവിടെ JCB, ഹിറ്റാച്ചി അതൊക്കെ സമീപ ജില്ലകളിൽ നിന്ന് അവരുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. കൃത്യമായിട്ട് അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ഒരു നയാ പൈസ വാങ്ങാതെയാണ് ഞങ്ങളുടെ സേവനം വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ ഇതിന് ഇത്രയും തുക ചെലവഴിച്ചു എന്ന് പറയുന്നത്? അപ്പോൾ അനിൽ, അതിനകത്ത് വരുന്നത് എന്താണ്? അതിനകത്ത് വരുന്നത് ഇത് സൗജന്യമായിട്ടാണ് ഇത് മുഴുവൻ അവിടെ ചെലവഴിച്ചത് എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവിടുത്തെ ഭരണകൂടത്തിനാണ്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കും, 31 റിലീഫ് ക്യാമ്പിൽ 5789 പേർ, അവർക്ക് ഫുഡിന് 8 കോടി. അസംബന്ധമല്ലേ? അവിടെ ഒരു നയാ പൈസയുടെ ഫുഡിനി കൊണ്ടുപോകരുത്, കൊണ്ടുചെല്ലരുത്, ആവശ്യമുള്ളവർക്ക് മുഴുവൻ ഫുഡ് ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിയത് വയനാട് ജില്ലാ ഭരണകൂടമല്ലേ? അതെ. അതുപോലെ തന്നെ അവിടെ ആ റിലീഫ് ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് 11 കോടി രൂപയുടെ വസ്ത്രം, ഒരു തരി വസ്ത്രം അവിടെ മല പോലെ അവിടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിരുന്നത് നമ്മൾ കണ്ടതല്ലേ? എന്ന് മാത്രമല്ല, ആ 5789 പേർക്ക് വൈദ്യസഹായത്തിന് 8 കോടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5789 പേർക്ക് വൈദ്യസഹായം. അവിടുത്തെ ജനറേറ്ററിന് 7 കോടി. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിനകത്ത് കാണേണ്ടത് നമ്മൾ എത്ര മലീമസമാണ് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അവിടെ ആ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ സൗജന്യമാണെന്നറിയാവുന്ന ഭരണകൂടം, നമ്മളെക്കാളും ആ സൗജന്യമാണെന്നറിയാവുന്ന ഭരണകൂടത്തിനാണല്ലോ. ആ ഭരണകൂടം ഒരു മൃതദേഹത്തിന് 75,000 രൂപ വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ
മൃതദേഹം വെച്ച് വിറ്റ് കാശാക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. പിന്നല്ലാതെ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ, ഇനി വാങ്ങിക്കുന്നു തന്നെ വിചാരിക്കുക, ഒരു 5000 രൂപ കൂടുതൽ പോട്ടെ, ഒരു 10000 രൂപ കൂടുതൽ എങ്ങനെയാണ് അല്ലേ വാങ്ങിക്കാൻ കഴിയുക? അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് വലിയ ഒരു ദുരന്തം വിറ്റ് കാശാക്കുന്ന ഏറ്റവും അധമമായൊരു പ്രവർത്തനം. ഞാൻ അവസാനം പറഞ്ഞല്ലോ, ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് നിന്ന് ചെളി വാരി മാറ്റാൻ ഒരു ദിവസം 60 ലക്ഷം രൂപ മേടിക്കുന്ന ഇവന്മാരെ എന്തു പേരിലാണ് നമുക്ക് വിളിക്കാൻ കഴിയുക? ഒന്നാലോചിച്ച് നോക്കൂ. എന്നിട്ട് പറയുന്നത് എന്താണ്? കൊള്ളക്കാർ പോലെ നാണിച്ചു പോകും. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇത് കള്ളക്കണക്കുകൾ മുഴുവൻ മാധ്യമങ്ങൾ ആണോ? യഥാർത്ഥത്തിൽ ഈ കള്ളക്കണക്ക് മുഴുവൻ കൊണ്ടുവന്ന ഭരണാധികാരികളല്ലേ? അതെ, യഥാർത്ഥത്തിൽ ഭരണാധികാരികളല്ലേ ഈ സംസ്ഥാനത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തിരിക്കുന്നത്? ഭരണാധികാരികളുടെ ഇത്തരം കൃത്രിമമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഭരണകൂടത്തിൻ്റെ വിശ്വാസ്യത പോയതുകൊണ്ട് ഇനി നമ്മൾ വിചാരിക്കുന്ന പൈസയുടെ പകുതി പൈസ പോലും നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടമാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ ഈ കണക്കുകൾ നമ്മളോട് പറയുകയാണ്. അതാണ് അവസ്ഥ. യെസ്, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, മൃതദേഹം സംസ്കരിച്ചതിന് ശരാശരി 75,000 രൂപ, അത് ആക്ച്വൽസ് എന്ന അക്കൗണ്ട് ഹെഡിലാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ എസ്റ്റിമേറ്റ് എന്താണ്, ആക്ച്വൽസ് എന്താണ് എന്ന് ഷാജഹാൻ വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും തുക ഈ മൃതദേഹ സംസ്കാരത്തിന് ഇത്രയും തുക ചെലവിനത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. കാരണം ആക്ച്വൽസ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സേവാഭാരതിയാണ്, എനിക്കറിയാം, ഞാനവിടെ നിന്നാണ്, കരഞ്ഞുകൊണ്ട് നിന്നാണ് അവിടെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് അവിടെ. അപ്പോൾ ഇവരൊക്കെ പൈസ ചോദിച്ചു എന്നാണോ? ഒരു ബോഡിക്ക് 75,000 രൂപ വെച്ച് പൈസ ചോദിച്ചതെന്നാണോ? സർക്കാരിൻ്റെ പ്രതീതികളൊന്നും അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. അവിടെ കൂട്ടസംസ്കാരം നടന്ന സമയത്താണ് സർക്കാരിൻ്റെ 1-2 പ്രതികൾ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കൂ, ഇത് കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിക്കുകയല്ലേ, വഞ്ചിക്കുകയല്ലേ, കൊള്ള നടത്തുകയാണ്, അതും ദുരന്തത്തിൻ്റെ മറവിൽ. എന്നിട്ട് മാധ്യമങ്ങൾക്ക് പഴിയും. ഞങ്ങളെന്തോ വലിയ അപരാധം ചെയ്തു എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇന്നത്തെ ദേശാഭിമാനി ഒരുപക്ഷെ താങ്കൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ ദേശാഭിമാനിയുടെ മുന്നിലേറ്റവും പ്രധാനപ്പെട്ട ലീഡിംഗ് വാർത്ത എന്ന് പറയുന്നത് കള്ളക്കഥയുമായി മാധ്യമങ്ങൾ എന്നാണ്. വാസ്തവത്തിൽ ഈ ദേശാഭിമാനി എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്തിന് അപമാനമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. വഞ്ചനയുടെ പത്രമാണ്, കള്ളത്തരത്തിൻ്റെയും കള്ളക്കഥയുടെയും പത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ മുഖപത്രം, ഇന്നത്തെ മുഖവാർത്ത ആ പത്രത്തിൻ്റെ. ഇത് ഈ ഗവൺമെൻറ് വാസ്തവത്തിൽ പിണറായി വിജയന് പല പേരുകളുമുണ്ട്. പക്ഷേ ഈ ശവംതീനി പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. ശവക്കുഴി തോണ്ടാൻ 75,000 രൂപ കൊടുത്തത് എത്രയാ? 10,000 രൂപ. 10,000 രൂപ കൊടുത്തു, എസ്റ്റിമേറ്റും ആക്ച്വൽസും. അപ്പോൾ ഈ എസ്റ്റിമേറ്റും ആക്ച്വൽസും എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPM-ൻ്റെ ആളുകൾ പറയുന്നത് ഇത് എസ്റ്റിമേറ്റാണ്. നടന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ആവുക? എനിക്കതാ മനസ്സിലാകാത്തത്. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടത് 17-ാം തീയതിയാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖ വെളിയിൽ വന്നത്. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ശവസംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞു. 359 ബോഡികൾ ശവസംസ്കരിച്ചു. ആ ബോഡികളുടെ ശവസംസ്കാരത്തിന് ഞാനിപ്പോൾ കണക്ക് നോക്കിയപ്പോൾ 75,000 അല്ല വരിക, 1,75,000 അവരുടെ കണക്ക് പ്രകാരം. കാരണം 212 ബോഡി മാത്രമേ അവർ ശവസംസ്കാരം നടത്തിയിട്ടുള്ളൂ. ബാക്കി 147 എണ്ണം നടത്തിയിട്ടുള്ളത് സന്നദ്ധ സംഘടനകളാണ്. ആ ശവസംസ്കാരം കഴിഞ്ഞു. ശവസംസ്കാരം കഴിഞ്ഞിട്ട് 359 എണ്ണം സംസ്കരിക്കാൻ ഇത്ര രൂപ എന്ന് പറയുമ്പോൾ 75,000 രൂപ ഒരു ബോഡിക്ക് എന്ന് പറയുമ്പോൾ ഇവർ കൊടുത്തത് എത്രയാ? 10,000. അപ്പം എന്തൊരു ദുരവസ്ഥയാണ്, എന്തൊരു വൃത്തികേടാണ്, എന്തൊരു തട്ടിപ്പാണ്, എന്തൊരു വഞ്ചനയാണ്, എന്തൊരു കള്ളത്തരമാണ് പിണറായി സർക്കാർ. വാസ്തവത്തിൽ നാണക്കേടിൻ്റെ പര്യായമാണ് ഒരു ഭരണകൂടം. ഞാൻ ഏറ്റവും
വളരെ വളരെ തരം താഴ്ന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. ശവശരീരം കാണിച്ച് കള്ളക്കണക്കെഴുതി നാണംകെട്ട ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ നടത്തുന്ന ഈ തട്ടിപ്പിന് ഹേ നാണക്കേടേ ഉറക്കെ വിളിച്ചു പറയേണ്ടി വരില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത സൗജന്യ വസ്തുക്കൾ അത് കാണിച്ച് പണം പിടുങ്ങാൻ ശ്രമിക്കുന്ന ഈ വൃത്തികെട്ട ഭരണകൂടം, നെറുകെട്ട ഭരണകൂടം, നെറുകേടിൻ്റെ പര്യായമായ ഭരണകൂടം, ആ ഭരണകൂടമാണ് ഇത്ര വൃത്തികെട്ട. എന്നിട്ട് ന്യായീകരിക്കുക. അപ്പം ന്യായീകരിക്കുമ്പോൾ ഇവരെന്താ പറയണമെന്നറിയോ? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മെമ്മോറാണ്ടം സമർപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ കളവ് പറയണോ? നിങ്ങൾക്ക് ആക്ച്വൽസ് ആണോ വേണ്ടത്, അതോ പണമാണോ, കള്ളത്തരത്തിൽ പണമാണോ വേണ്ടത്? കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ കളവ് പറയണോ? അപ്പോൾ ഒന്ന്, കേന്ദ്രത്തെ വഞ്ചിച്ചു. 2, നാട്ടിലെ ജനങ്ങളെ മുഴുവനും വഞ്ചിക്കുന്നു. 3, ഇത് വയനാട്ടുകാരെ വഞ്ചിപ്പിക്കാനുള്ളതാ. കാരണം എന്താ? കേന്ദ്രം പണം കൊടുക്കുന്നത് വയനാടിൻ്റെ വികസനത്തിനാണ്. അതിനകത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്. ബെയിലി പാലം പണിഞ്ഞത് സൈന്യം. ആ ബെയിലി പാലം പണിഞ്ഞ സൈന്യത്തിൻ്റെ അടിയിൽ കല്ലിട്ടു എന്നാണ് പറയണേ. നമ്മളൊക്കെ 24 മണിക്കൂറും നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, നമ്പ്യാരെ പോലെയുള്ള ആളുകളൊക്കെ ആ ബെയിലി പാലം പണിയുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. അവിടെ ഒരു കല്ല് ഇവന്മാർ കൊണ്ടിട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ആ ബെയിലി പാലം പണിഞ്ഞപ്പോൾ അടിയിൽ കല്ലിട്ടതിന് 1 കോടി രൂപ. അവിടെ വെള്ളം, ഡ്രിങ്കിങ് വാട്ടർ, ഈ ഡ്രിങ്കിങ് വാട്ടർ ഇനി വേണ്ട, തിരിച്ചു കൊണ്ടുക്കോളൂ എന്നാണ് ഭരണകൂടം പറഞ്ഞത്. ആ വെള്ളത്തിന് 3 കോടി രൂപ സൗജന്യമാണ് കിട്ടുന്നത്. ഈ കിട്ടുന്നത് മുഴുവൻ സൗജന്യം. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് അവിടെ ഭക്ഷണ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട 8 കോടി രൂപയാണ് എഴുതിയിരിക്കുന്നത്. അവിടെയുള്ള ഒറ്റ സന്നദ്ധ സംഘടന പ്രവർത്തകനും ഈ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇനി 4000 പേരാണല്ലോ ക്യാമ്പിലുണ്ടായിരുന്നത്. അതിലെ ഏതാണ്ട് 1187 പേർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പോയി. ഇവരുടെ കണക്ക് പ്രകാരം ഏതാണ്ട് 666 രൂപ ഒരു ദിവസം വെച്ച് ഒരു മാസം ഏതാണ്ട് 4000 അന്തേവാസികൾക്ക്, ഈ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് 20,000 രൂപയുടെ ഫുഡ് കൊടുത്തു എന്നാണ് പറയുന്നത് ഒരു മാസം. ഇതാരോടാണ് പറയുക? എന്നിട്ട് അവിടെ ആ നാട്ടിലെ സന്നദ്ധ സേവകർക്ക് കൊടുത്ത പണം അത് ഹെഡ് തിരിച്ച് വേറെ എഴുതിയിരിക്കുന്നു. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം എനിക്ക് ഭയങ്കര രസമായി തോന്നിയത്, ഈ എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഒരു കോട്ട്, ഒരു ബൂട്ട്, അതായത് ഒരു റെയിൻ കോട്ട്, ഒരു ബൂട്ട്, ഒരു ടോർച്ച്. ഇത് 5000 വളണ്ടിയേഴ്സ് വന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സമ്മതിക്കുന്നു. ഈ 5000 വളണ്ടിയേഴ്സിന് ഒരു ടോർച്ചും ഒരു എന്താ പറയുക, ഒരു ബൂട്ട്, ഒരു ടോർച്ച്, ഒരു കോട്ട്. അപ്പോൾ ഇത് കൊടുത്തതിന്, പിന്നെന്താ കൊടയും കൊടുത്തതിന് 15 കോടിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2.98 കോടി. 2.98 കോടി. ഈ 5000 പേർക്ക് ഒരു ടോർച്ചിന് എന്താ വില, ഒരു ബൂട്ടിന് എന്താ വില, ഒരു കോട്ടിന് എന്താ വില? അപ്പം വാസ്തവത്തിൽ ഇത് ആരെ പറ്റിക്കാനാണ്? കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിക്കാൻ. എന്നിട്ട് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തതാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് അവിടെ എത്തിച്ചിട്ടുണ്ട്. റെയിൻകോട്ടും കൊടയും ടോർച്ചും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മാത്രമല്ലാന്ന്, ഇത് മുഴുവൻ സൗജന്യം കൊടുത്തു എന്ന് മാത്രമല്ല, ഇനി അത് വേണ്ടാന്ന് ഇവർ പറഞ്ഞു. ഞാൻ ഇന്നലെ ഹോട്ടൽ ഉടമകളുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മുഴുവൻ ദിവസവും ഞങ്ങളാണ് കോമൺ അടുക്കള ഉണ്ടാക്കിയത്, സമൂഹ അടുക്കള ഉണ്ടാക്കിയത്, ഞങ്ങളാണ് ഭക്ഷണം കൊടുത്തത്. 10 നായ പൈസ മേടിച്ചിട്ടില്ല, 10 നായ പൈസ ചോദിച്ചിട്ടില്ല. പിന്നെ ഇവരെങ്ങനെ 8 കോടി എഴുതുക? ആർക്ക് വേണ്ടി കൊടുത്തതിനാ? ഇനി വേറൊരു വിഷയം, സേവാഭാരതി 67 മൃതശരീരങ്ങൾ 67 സംസ്കരിച്ചു, മുസ്ലിം ലീഗ് സംസ്കരിച്ചു, CAA പള്ളി സംസ്കരിച്ചു. ഇവരാരും ഒരു നായ പൈസ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് സേവാഭാരതി ഞങ്ങളോട് ഇത്ര പൈസ ചോദിച്ചു എന്ന് പറയണ്ടേ? ഇവർ പറയുന്നത് എന്താണെന്നറിയോ? ഇവരിപ്പോൾ പറയുന്നത് എയർ ലിഫ്റ്റിങ്ങിന് എയർഫോഴ്സ് പൈസ ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു.
അത് ഇപ്രാവശ്യം ചോദിക്കും. അപ്പൊ സേവാഭാരതി പൈസ ചോദിക്കും, മുസ്ലിം ലീഗ് പൈസ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോഴും 10,000 രൂപയുള്ളൂ, അതിനാണ് 75,000. ഇതൊരു നാണം കെട്ട പരിപാടിയല്ലേ? ഞാൻ പറയട്ടെ, ഓരോ ദുരന്തവും കേരളത്തിലെ ഓരോ ദുരന്തവും പണം അടിച്ചു മാറ്റാനുള്ള ഏറ്റവും വലിയ അവസരമാക്കുകയാണ് ഈ സർക്കാർ. പ്രളയ ഫണ്ടിൻ്റെ നിങ്ങൾ കേൾക്കണം, പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് പരിഹാര സെല്ലിലെ CPM നേതാവ് വിഷ്ണു പ്രസാദിനും അൻവറിനും നിധിനുമെതിരായിട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. 27 കോടി രൂപയാണ് കട്ടു എന്ന് പറയുന്നത്. ആ 27 കോടിയിൽ 10 കോടിയാണ് പോലീസ് പിടിച്ചെടുത്തത്. ബാക്കി 17 കോടി എവിടെ? 17 കോടി ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ചു, 17 കോടി കാണാനില്ല. എവിടെ പോയി? അന്നേ പറഞ്ഞു ഇത് ഉന്നത CPM-കാർക്ക് പോയി. 27 ലക്ഷമാണ് കേട്ടോ, സോറി കോടിയല്ല, 27 ലക്ഷം. അതിലെ 10 ലക്ഷമാണ് കണ്ടെത്തിയത്, 17 ലക്ഷം കണ്ടെത്തിയിട്ടില്ല. ഇത് ഇടതുപക്ഷം മാത്രമല്ല, വലതുപക്ഷത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഈ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട് അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പ്രളയമില്ലാതെ, പ്രളയം വരാത്ത, പ്രളയത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത സ്ഥലത്ത്, കാക്കനാടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അതൊരു പക്ഷേ ഷാജഹാന് പറയാൻ പറ്റും, ആ ഏരിയയിലേക്ക് പ്രളയ ഫണ്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ പ്രളയ ഫണ്ട് കിട്ടേണ്ടവർക്ക് കൊടുത്തിട്ടുമില്ല. അപ്പം എന്തുമാത്രം കള്ളത്തരവാ. ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വയനാട്ടിൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾക്കറിയായിരിക്കും, യൂത്ത് കോൺഗ്രസിൻ്റെ 3 പേരെ പുറത്താക്കിയിരിക്കുക. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ ഈ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് അവരെ പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അത് യൂത്ത് കോൺഗ്രസ് നേതാവ് ചൂരൽമലയിലെ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ചെയ്തിട്ടുള്ള തട്ടിപ്പിൽ ചേളന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ഖാദർ, KSU നേതാവിനെയും സൂരജ് കരുവാട്ടൂർ അയാളെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രസിഡന്റിനെയും പുറത്താക്കിയിരിക്കുക. അപ്പോൾ ഇവന്മാരൊക്കെ സേവനത്തിൻ്റെ പേര് പറയുക. എന്നിട്ട് ഇതിനേക്കാളൊക്കെ 100 ഭേദാണ്ടോ മുസ്ലിം ലീഗ്. നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല, മുസ്ലിം യൂത്ത് ലീഗുകാർ അവരാണെന്താ വൈറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചൂരൽ അവിടെ ആ ദുരന്ത പ്രദേശത്ത് മുഴുവനും ഭക്ഷണം കൊടുത്ത അവരാണ്, എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത അവരാണ്, ചിക്കൻ കറിയും ബിരിയാണിയും ഒക്കെ കൊടുത്തത്. അവസാനം ഇവന്മാരിടപെട്ടത് നിർത്തിച്ചു. ഇപ്പോഴാണ് മനസ്സിലായി നിർത്തിച്ചെന്തിനാണ്? ഈ തട്ടിപ്പിന്, ഈ കള്ളക്കണക്കെഴുതാനാ ജനങ്ങൾ രംഗത്ത് വന്നു. അത് കള്ളക്കണക്കെഴുതാൻ വേണ്ടിയാ. ഈ പാവപ്പെട്ട ആളുകൾ നടന്ന് മല കയറി അവിടെ പോയി സെർച്ച് ചെയ്ത് മൃതദേഹങ്ങൾ കൊണ്ടുവന്നു. അതിന് ഇവന്മാർ പണം എഴുതി വെച്ചിരിക്കുക. ഇത്ര വൃത്തികെട്ട മരണത്തെ പോലും, ദുരന്തത്തെ പോലും ശവം നോക്കി, ശവം കാണിച്ച് പണം മേടിക്കുന്ന നാണം കെട്ട സർക്കാർ, അതാണ് പിണറായി വിജയന്റെ സർക്കാർ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെന്ന്, ഇതിപ്പോ ഹൈക്കോടതിയിൽ നിന്ന് വെളി വന്നുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത്? ഇല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ പറയാ, 1600 കോടി ചോദിച്ചു, കേന്ദ്രം കൊടുത്തത് 250 കോടിയാണ്. 1600 ചോദിച്ച് 250 കൊടുത്താൽ എങ്ങനെ ശരിയാവും ഗോപാലകൃഷ്ണ എന്നാണ് ഇവർ ചോദിക്കുക. ഇതാണ് BJP സർക്കാർ കിട്ടിയില്ല ഏതാ ഇവർ പറയാൻ പോണേ. അപ്പൊ കേന്ദ്രത്തെ പറ്റിക്കുക. ഇനി ഇവന്മാരുടെ കള്ളക്കണക്കൊക്കെ മൊത്തം എഴുതിയാൽ, ഞാൻ കൂട്ടിയപ്പോൾ 300 കോടിയാണ് വന്നേ മൊത്തം. ഇവന്മാരുടെ കള്ളക്കണക്ക് മൊത്തം എഴുതിയപ്പോൾ 300 കോടിയാ. അപ്പോൾ വാസ്തവത്തിൽ കേന്ദ്രത്തെ പറ്റിക്കുക, ജനങ്ങളെ പറ്റിക്കുക, നാട്ടുകാരെ പറ്റിക്കുക, ആ പാവപ്പെട്ട വികസനത്തിന്, ആ പാവപ്പെട്ട വയനാട്ടിലേക്ക് കിട്ടേണ്ട പൈസ ശവസംസ്കാരത്തിൻ്റെ പേരിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ, ഈ ശബന്തീനി മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയുടെ ഈ വൃത്തികെട്ട സമീപനത്തെ അതിശക്തമായി എതിർക്കണം, അതിശക്തമായി പ്രതികരിക്കണം. നിർഭാഗ്യവശാൽ, ഞാൻ ഷാജഹാൻ അടക്കം പറയുക, നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇന്നത്തെ സമൂഹം വന്ധീകരിക്കപ്പെട്ട, പ്രതികരണശേഷി നഷ്ടപ്പെട്ട, പ്രതികരണത്തിന് വന്ധീകരിക്കപ്പെട്ട ഒരു സമൂഹമാണ് എന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് തോന്നിവാസം ചെയ്താലും, പ്രളയത്തിലെ പൈസ മുക്കിയാലും, പ്രളയത്തിലെ ഫണ്ട് അടിച്ചു മാറ്റിയാലും ആരും ഒന്നും ചോദിക്കില്ല എന്ന ചിന്തയാണ്. ഈ വന്ധീകരണ സമൂഹത്തെ പ്രതികരണശേഷിയുള്ള സമൂഹമാക്കി മാറ്റണം. അതാണിന്ന് വേണ്ടത്, അനിവാര്യമായിട്ടുള്ളത്. ഈ നാണംകെട്ട ഭരണകൂടത്തിനെതിരായ പോരാട്ടമാണ് വേണ്ടത്. ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും
പറഞ്ഞത് കറക്റ്റാണ്. വന്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരക്ഷരം മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, അനക്കമില്ല. പി എൻ നിയാസ്, ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്ന 4100 പേരിൽ 1871 പേർ ഒഴികെയുള്ളവർ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ക്യാമ്പ് വിട്ടിരുന്നു. എന്നിട്ടും ഇവർക്ക് 1 മാസത്തേക്കുള്ള ഭക്ഷണത്തിന് ചെലവഴിച്ചതായി കാണിച്ചിരിക്കുന്നത് 8 കോടി രൂപയാണ്. അതും ആക്ച്വൽസ് എന്ന ഹെഡിൽ, അതായത് ചെലവഴിച്ചു. അതായത് ശരാശരി 1000 രൂപയിലധികം ഒരാൾക്ക് ദിനം പ്രതി ഭക്ഷണത്തിന് ചെലവഴിച്ചതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിലും പുറത്തുമായി മലയാളികൾ വൻതോതിൽ ദുരിതബാധിതർക്ക് വസ്ത്രങ്ങൾ എത്തിച്ചു നൽകിയിരുന്നു. കട കാലിയാക്കി വയനാടിന് അയച്ചു കൊടുത്തവരുണ്ട്. നമ്മൾ കണ്ടതാണ് ഇതൊക്കെ. എന്നിട്ടും വസ്ത്രങ്ങളുടെ ചെലവ് എങ്ങനെ ആക്ച്വൽസ് എന്ന ഹെഡിൽ 11 കോടി വന്നു? എല്ലാ കണക്കുകളൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വകയിൽ 7 കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കണക്കുകളാണോ അഡ്വക്കേറ്റ് നിയാസ്? നോക്കൂ, കേരള ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാർ വന്നതിന് ശേഷം സാമ്പത്തികമായി ശമ്പളം കൊടുക്കാൻ പോലും വകയില്ലാതെ, നിത്യനിദാന ചെലവുകൾക്ക് പോലും വകയില്ലാതെ വറച്ചട്ടിയിലായിരിക്കുന്ന ഖജനാവ് അതൊന്ന് പുഷ്ടിപ്പെടുത്തുവാൻ ഓരോ ദുരിതവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന അതിനുവേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ പിണറായി സർക്കാർ വന്ന കാലത്ത് ഓഖി ദുരന്തമുണ്ടായി. അന്ന് കേന്ദ്ര സർക്കാർ ഏതാണ്ട് 1600 കോടി രൂപ ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് കൊടുത്തു. അതിൽ 270 കോടി രൂപ പോലും ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ തീരദേശ മേഖലയിൽ ചെലവഴിക്കേണ്ട തുക പോലും ചെയ്തില്ല. ഒന്നാം പ്രളയമുണ്ടായപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്ത തുക വക മാറ്റിയെന്ന് മാത്രമല്ല, അത് CPMൻ്റെ ആളുകൾക്ക് അവർക്ക് അവരുടെ പാർട്ടിയുടെ ബന്ധപ്പെട്ട ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾക്ക് വരെ അടിച്ചുമാറ്റി കൊണ്ടുപോയത് പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു യാദൃശ്ചികമായ സംഭവമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോവിഡ് വന്നപ്പോൾ നമുക്കെല്ലാവർക്കും പറയാം, കോവിഡ് റാണിയാണ്, കോവിഡിൻ്റെ നമ്പർ 1 ആണ്, ഇന്ത്യയിൽ നമ്പർ 1 ആണ്, ലോകത്ത് നമ്പർ 1 ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 400 രൂപ ഉണ്ടായിരുന്ന PPE കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങി എന്നുള്ള കാര്യം ഇന്ന് കോടതി മുമ്പാകെയും അന്വേഷണ കമ്മീഷൻ മുമ്പാകെയും വെളിവാരിക്കുകയാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഗവൺമെൻറ് സ്വാഭാവികമായും നമുക്ക് മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന രീതിയിൽ 359 മൃതദേഹങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരഭാഗങ്ങളാണ് നമുക്ക് തിരച്ചിലുള്ളവർക്ക് കിട്ടിയത്. ഇനിയും 100-ലേറെ ആളുകൾ ബോഡി നമുക്ക് ഇനി പിരിച്ച് കിട്ടാത്ത വിധം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമിക്കടിയിൽ ഉണ്ട് എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രയേറെ മനുഷ്യർക്കും അതുപോലെ തന്നെ വസ്തുവകകൾക്കും കൃഷിഭൂമിക്കും ഒക്കെ വീടിനുമൊക്കെ നഷ്ടമുണ്ടായ ഒരു ദുരന്തമാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൈമൈ മറന്നു സഹായിച്ചു. പ്രതിപക്ഷം ഒരിക്കൽ പോലും ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ മറ്റൊന്നും ആലോചിക്കാതെ ഈ ക്രൈസിസ് നേരിടുന്നതിന് വേണ്ടി കുറിച്ചാണ് ആലോചിച്ചത്. അങ്ങനെ ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പം എനിക്കിപ്പോൾ ഇവിടെ നേരത്തെ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ ഷാജാനും പറഞ്ഞ ഒറ്റ കാര്യത്തെ ഞാൻ പറയുന്നത്, ഭക്ഷണ കാര്യത്തിൽ ഇന്നലെ ഞാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹിയുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചത് സംബന്ധിച്ച് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടെ നടന്ന മുഴുവൻ ദിവസങ്ങളിലെയും ഈ കോപ്സിനും അതേപോലെ തന്നെ നമ്മുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമുള്ള വളണ്ടിയേഴ്സിനും ഒക്കെയുള്ള പൂർണ്ണമായും അവർ സൗജന്യമായാണ് നൽകിയത്. അപ്പോൾ അങ്ങനെ സൗജന്യമായി നൽകിയ ഭക്ഷണങ്ങൾ, വിവിധ പദാർത്ഥങ്ങൾ, വിവിധ സാധനങ്ങൾ, ഇവയൊക്കെ എന്തിനാണ് മെറ്റീരിയലൈസ് ചെയ്യുന്ന ആക്ച്വൽസായി കാണിക്കുന്നത്? അത് കാണിക്കാൻ അവർക്ക് കുറച്ചുകൂടി സത്യസന്ധമായി വേണമെങ്കിൽ ഇത്രയൊക്കെ ചെലവുണ്ടാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വളണ്ടിയറായി കിട്ടി എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എത്രമാത്രം അവർ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. അതിന് പകരം അത്തരത്തിലുള്ള വെള്ളം ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപയുടെ കോടി രൂപയുടെ വെള്ളം നമുക്ക് ആവശ്യമായിരുന്നു, പക്ഷെ അതെല്ലാം ഞങ്ങൾക്ക് വളണ്ടറി വിവിധ സംഘടനകളിൽ നിന്നും സൗജന്യമായി കിട്ടി. അതുപോലെ ക്രിമേഷനുമായി ബന്ധപ്പെട്ട് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് NSSൻ്റെ സഹായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെ സംഘടനകളുടെ സഹായം ലഭിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ ചിലവായുള്ളൂ, ഇത്ര ചിലവാവേണ്ടതായിരുന്നു എന്ന് രേഖപ്പെടുത്തിയാൽ എവിടെയാണ് തെറ്റുണ്ടാകുന്നത്? ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ. ഇതൊക്കെ നമുക്കൊരു വശത്ത് ഇവിടെ കേരള ഗവൺമെൻറ് കേന്ദ്രത്തിലെ പണം കൂടുതൽ കിട്ടാൻ വേണ്ടി കള്ളക്കണക്ക് എഴുതി അല്ലെങ്കിൽ കണക്കിലൊന്ന് പെരുപ്പിച്ച് കാണിച്ചു എന്നതൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് നിൽക്കാം. പക്ഷേ അവിടെ സത്യസന്ധമായ നിലപാടെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കാൻ എന്തായിരുന്നു തടസ്സം?
തടസ്സം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും മിസ്റ്റർ ഗോപാലകൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് BJP പ്രതിനിധിച്ചാണ് ഇവിടെ വരുന്നത്. ഇന്ത്യയിൽ ഈ വയനാട്ടിൽ മേപ്പാടിയിൽ മാത്രമല്ല ദുരന്തമുണ്ടായത്, ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കമുണ്ടായി, അതുപോലെ തന്നെ പിന്നെ ബീഹാറിൽ വലിയ ദുരന്തമുണ്ടായി, ഹിമാചൽ പ്രദേശിലുണ്ടായി, മറ്റ് വിവിധ ഗുജറാത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായി വിവിധ സമയങ്ങളിലായി കേന്ദ്ര ഗവൺമെൻറ് അങ്ങയുടെ ഗവൺമെൻറ് ഉള്ളപ്പോൾ ഉണ്ടായി. അവിടെയെല്ലാം കണക്കുകൾ കിട്ടാൻ കാത്തിരുന്നില്ല. അവിടെയെല്ലാം വിവിധ ബന്ധപ്പെട്ട സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കൊന്നും നോക്കാതെ താൽക്കാലിക ആശ്വാസം അഡ്വാൻസായി കൊടുക്കുന്ന സമീപനം ഉണ്ടായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നത് അങ്ങ് ഉത്തരം പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ കേരള ഗവൺമെൻറ് അടിച്ചു മാറ്റുന്നു, ശരിയാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നോക്കി എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ താൽക്കാലിക ആശ്വാസമായിട്ടെങ്കിലും ഒരു 100-200 കോടി രൂപയെങ്കിലും കൊടുക്കാൻ എന്തായിരുന്നു തടസ്സം? നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ കൈയച്ചു കൊടുത്തല്ലോ, നിങ്ങൾ ബീഹാറിൽ കൈയച്ചു കൊടുത്തല്ലോ, ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ കൊടുത്തല്ലോ, ഗുജറാത്തിൽ നിങ്ങൾ കൊടുത്തല്ലോ, എന്ന് കേരളത്തിൽ മാത്രം അഡ്വാൻസ് കൊടുക്കാൻ തടസ്സം എന്ന ചോദ്യം നമ്മുടെ ഗോപാലകൃഷ്ണൻ പറയേണ്ടതുണ്ട്. ഗോപാലകൃഷ്ണൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. പിന്നെ ഗോപാലകൃഷ്ണൻ കൂട്ടത്തിലൊന്ന് കോൺഗ്രസിലൊന്ന് താങ്ങാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ നാട്ടിലെ കുറിച്ചാണ് പറഞ്ഞത്, ചേളന്നൂർ. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അങ്ങ് എൻ്റെ നാട്ടിൽ ചേളന്നൂർ പഞ്ചായത്തിലുണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ 3 ചെറുപ്പക്കാർക്കെതിരായി പരാതി വന്നു. പരാതിയെക്കുറിച്ച് പിറ്റേ ദിവസം തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അന്വേഷിച്ച ഫൈൻഡിങ്സ് എന്താണെന്നറിയോ? ഗോപാലകൃഷ്ണൻ കേൾക്കണം. നടപടിയെടുത്തു 2 പേർക്കെതിരെ. എന്താ നടപടി? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത കുറ്റങ്ങൾ ഒരാളുടെ പേരിൽ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ പരാതി ഉന്നയിച്ച ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ പേരിലും മണ്ഡലം പ്രസിഡന്റിൻ്റെ പേരിലുമായ നടപടിയെടുത്തത്. അങ്ങ് പറഞ്ഞത് പിരിവെടുത്തതിന് പേരിൽ നടപടിയെടുത്തതാണ്. ഇതിനിടയിലും ഈ കേരള ഗവൺമെൻറ് ഇതിനിടയിലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി കള്ളക്കണക്കുണ്ടാക്കുമ്പോൾ അങ്ങ് ഇതിനിടയിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഒന്ന് പ്രതിക്കൂട്ടിലാക്കാൻ കള്ളക്കഥ മരഞ്ഞുണ്ടാക്കുന്ന ഒരു രീതി ശരിയായില്ല. അത് CPM ചെയ്തപ്പോൾ ശരിയായില്ല. അങ്ങേ പോലെയുള്ള പ്രവചനായ ഒരു BJPയുടെ നേതാവ് ഇത്തരത്തിലുള്ള രീതി ഇതിനിടയിൽ കലർത്തി അങ്ങയുടെ വ്യക്തിവിരോധം, പാർട്ടിയോടുള്ള CPM-നോടുള്ള വ്യക്തിവിരോധത്തെ പോലെ തന്നെ കോൺഗ്രസിനോടുള്ള വ്യക്തിവിരോധം തീർക്കുന്ന നടപടി ശരിയായില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഇത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. അത് കേന്ദ്ര ഗവൺമെന്റും കണ്ടെത്തണം. കേരള ഗവൺമെന്റ് കള്ളക്കണക്കുകളാണെങ്കിൽ കണക്കുകൾ തിരിച്ചയച്ച് യഥാർത്ഥ കണക്ക് ആക്ച്വൽസ് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം കൊടുക്കുകയും അതോടൊപ്പം പുനരധിവാസം 1,25,000 രൂപ കൊണ്ട് കേരളത്തിലൊരു വീടുണ്ടാവില്ല എന്ന് ഗോപാലകൃഷ്ണനും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോഴും അതേപോലെ തന്നെ ഓക്കി വന്നപ്പോഴും സർക്കാർ അതിന് പ്രത്യേകമായ ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ 1.25 പുറമെ ഓരോ വീട്ടിനും ഇത്ര ലക്ഷം വെച്ച് എന്ന രീതിയിൽ ഒരു കണക്കാക്കി കൊടുക്കുന്ന രീതി ആന്ധ്രയിൽ കൊടുത്തതുപോലെ ബീഹാറിൽ കൊടുത്തതുപോലെ കേരളത്തിലും ഉണ്ടാകണം. കേരള ഗവൺമെന്റ് ചെയ്തത് ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, അത് തീർത്തും തെറ്റാണ്. ഇത്തരത്തിൽ ആക്ഷൻസ് ആയി കാണിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനമനസ്സുകൾ ഇതുപോലെയുള്ള സന്ദർഭമുണ്ടായപ്പോൾ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് സഹായിച്ച ജനങ്ങളുടെ മനസ്സിൽ പോലും കരിവാരി തേക്കുന്ന നിലപാടുകളാണ് കേരള ഗവൺമെന്റ് കാണിച്ചത്. അത് അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് കുറെ കൂടി ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, എല്ലാ ജനങ്ങളും ഒരുപോലെയാണ്, ഇന്ത്യക്കാരെല്ലാവരും ഒരുപോലെയാണ് എന്ന രീതിയിലുള്ള സമീപനം കൂടി ഈ കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും BJPയും കാണിക്കണം എന്ന് കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഷാജഹാൻ, സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാരിന് ജനങ്ങൾക്ക് തരിമ്പും വിശ്വാസമില്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചിലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിറക്കി. അതിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിൻ്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അത് സ്പെൻഡ് ചെയ്തതാണ്, ചെലവഴിച്ചതാണ് എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവാത്തതാണോ അതോ മന്ത്രിമാർക്ക് മനസ്സിലാവാത്തതാണോ? അല്ല, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്.
കാരണം ഭരണകൂടത്തിൻ്റെ നീക്കങ്ങളെ പ്രതിപക്ഷത്തിനോ BJPക്കോ വിശ്വാസമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കുറേ നാളുകളായി ഈ ഗവൺമെൻറ് എടുക്കുന്ന ഒരു നടപടിയിലും ജനങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല. അതിപ്പോൾ തുടങ്ങിയതല്ല. അത് 2019 പ്രളയത്തിൻ്റെ കാലത്ത്, അതിനു മുമ്പ് ഓഖിയുടെ കാലത്ത്, അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ജനങ്ങൾക്ക്, ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ജനങ്ങൾക്ക് ഭരണകൂടത്തെ വിശ്വാസമില്ല. പക്ഷേ ജനങ്ങളുടെ താല്പര്യം പ്രതിനിധീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഈ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധമുണ്ടാക്കാൻ, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിരോധമുണ്ടാക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉള്ളിൽ തട്ടിയൊന്നും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് പറഞ്ഞാൽ ഉടനെ തന്നെ കോൺഗ്രസിന് പ്രതി പറയും, അങ്ങനെയല്ല, ഞങ്ങൾ അവിടെ സമരം നടത്തി, ഞങ്ങൾ ഇവിടെ സമരം നടത്തി. ഇങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ദയവീത് നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും കോൺഗ്രസിനെ പ്രതികരിച്ചിട്ട് ഒരു വനിതയുണ്ടായിരുന്നു. അവിടെയും ഞാൻ വിമർശനം ഉന്നയിച്ചു. ഉടനെ വിമർശനം ഉന്നയിച്ചപ്പോൾ ആ വനിത എന്നോട് പറയുകയാണ്, അതങ്ങനെ ഷാജഹാൻ പറയുന്നതൊന്നും ശരിയല്ല, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് DGPക്ക് ഇമെയിൽ അയച്ചില്ലേ? എന്നോട് ആ വനിത ചോദിക്കുകയാണ്, ഞങ്ങൾ ഇമെയിൽ അയച്ചില്ലേ, ഞങ്ങൾ കത്തയച്ചില്ലേ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചെയ്യുന്നതിനുള്ള ഒരു തടസ്സവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ജനങ്ങളെ സംഘടിപ്പിക്കാനും ജനങ്ങൾ ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിതിനകത്ത് എല്ലാം ഒന്നും എടുക്കണ്ട. നമ്മളിതിനകത്ത് ഈ മൃതദേഹത്തിൻ്റെ കണക്ക് മാത്രം എടുത്താൽ പോലെ എത്ര മലീമസവും വികലവുമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ഭരണകൂടം എന്നുള്ളത്. ഇതിനപ്പുറം വേറെ വല്ല തെളിവും വേണോ? ഇനി ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി വാരാൻ വേണ്ടി 36 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലുള്ള കാര്യങ്ങൾ UDF ഭരിക്കുമ്പോൾ ഇവിടെ നടന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളോ എല്ലാം വരുമ്പോഴും പ്രതികരണങ്ങൾ പ്രസ്താവനയിലും പത്രസമ്മേളനങ്ങളിലും ചാനൽ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു. അത് വയനാടിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, അത് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ, അതിപ്പോൾ നടക്കുന്ന ഈ ADGPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിമർശനങ്ങളിലൊക്കെ ആയിക്കോട്ടെ, ഇതിലെല്ലാത്തിലും ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട, ജനങ്ങളെ പ്രതിഷേധത്തിന് തയ്യാറെടുപ്പിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസ്താവനകളിലും ഇതിലെല്ലാം മാത്രം ഒതുങ്ങി. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെ നേരത്തെ പറഞ്ഞെന്താ, വന്ധ്യംകരിക്കപ്പെട്ട ജനസമൂഹം, അത് ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ളൊരു ഒരു സംസാരമല്ലേ അത്? ജനങ്ങളാണോ വന്ധ്യംകരിക്കപ്പെട്ടിട്ടുള്ളത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വന്ധ്യംകരിക്കപ്പെട്ടതിന് നമ്മൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് ശരിയാണോ? രാഷ്ട്രീയ പാർട്ടികളെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒന്നിപ്പിക്കാൻ, അവരെ മൊബിലൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളില്ലേ ഇവിടെ കോൺഗ്രസ് ഇല്ലേ, ഇവിടെ BJP ഇല്ലേ? അവരൊക്കെ ഈ കാര്യത്തിൽ എന്താ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വയനാട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടെ എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ ഒന്നിനെക്കുറിച്ചും വേറെ ചർച്ച ചെയ്യരുത്, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടത്താമെന്ന് പറഞ്ഞു. ശരി, നടത്തി. എല്ലാവരും കൂടെ ഒരുമിച്ച് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി. പക്ഷേ വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ കൊണ്ട് മാത്രമാണോ? വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ചക്രവാത ചുഴി, അയാൾ പറയുകയാണ്, ചക്രവാത ചുഴി, അതിതീവ്ര മഴ, ഇത് മാത്രമേ അയാൾ പറയുന്നുള്ളൂ. പക്ഷേ അവിടെ ആ ദുരന്തമുണ്ടാകുന്നതിന് ഇടയാക്കിയിട്ടുള്ള മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ദേശീയപാത നിർമ്മാണം നടന്നിട്ടുണ്ട്. അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ് ഈ കാലാവസ്ഥ മാറ്റവും കൂടെ ചേർന്നപ്പോഴത്തേക്കും 10-400 ആളുകൾ അവിടെ മരിച്ചത്. അതിനെക്കുറിച്ച് പറയാൻ
അവിടുത്തെ മനുഷ്യൻ അവിടെ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ BJPയും അവരാരും തയ്യാറാവുന്നില്ല. അതിന് പകരം അവർ പറയാണ് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പാടില്ല. ഞാനൊക്കെ ആ സമയത്ത് ഇതിനകത്ത് മനുഷ്യൻ എടുത്തിട്ടുള്ള റോള് സംബന്ധിച്ചിട്ട് വിമർശനം പറയുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസ്സുകാരൊക്കെ പറയുകയാണ് അയ്യോ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയരുത്, നമ്മളിപ്പം ജനങ്ങളെ അവിടെ ജനങ്ങളെ രക്ഷപ്പെടുത്തണം, പുനരധിവസിപ്പിക്കണം. ശരി, ആ ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ നാളെത്രയായി? ഇപ്പം തന്നെ ഈ സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കോൺഗ്രസ്സുകാരും BJPക്കാരും വായിച്ചിട്ടുണ്ടല്ലോ. കോൺഗ്രസ്സുകാരും BJPക്കാരും ആ ഇടക്കാല വിധിയൊന്നും എടുത്ത് വായിച്ചു നോക്കണം. ആ വിധിയിൽ പറയുന്നത്, സർക്കാർ പറയുന്നത് കാലാവസ്ഥാ മാറ്റം കൊണ്ട് മാത്രമാണ് ഇത്രയും ദുരന്തം അവിടെ ഉണ്ടായെന്ന്. ശുദ്ധ അസംബന്ധമാണ്. ആ വിധി ആ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. ഞങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇത് തടയാൻ വേണ്ടി നടത്തിയെന്ന് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പച്ചക്കള്ളമാണ്. അത് ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും കഴിയുന്നുണ്ടോ? ആ ദുരന്തമുണ്ടായപ്പോൾ ദുരന്തത്തിൽ ഈ 100-400 പേര് മരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് അവിടുത്തെ മനുഷ്യനിർമ്മിതമാണത്. അവിടുത്തെ അനധികൃതമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം. ഇപ്പം മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണല്ലോ ഇവിടെ നടന്നത്. അവിടെ 1000-1500 ടൂറിസം റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമടകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ ഇവിടുത്തെ BJPക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാജയം മറച്ചു വെച്ചുകൊണ്ട് വന്ധീകരിക്കപ്പെട്ട പൊതുമണ്ഡലം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള ഈ സമീപനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ദയനീയമായി പരാജയപ്പെടുകയും അവർ പത്രസമ്മേളനത്തിലും പ്രസ്താവനകളിലും ചാനൽ ചർച്ചകളിലും മാത്രം ഒതുങ്ങുന്നതിൻ്റെ ദുരിതവും ദുര്യോഗവുമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഇതിനെ വ്യക്തിഗതമായി ദയവ് ചെയ്ത് എടുക്കരുത്. വ്യക്തിഗതമായ ഒരു വിരോധവും കൊണ്ടിട്ട് പറയുന്നതല്ല. പക്ഷേ ജനങ്ങൾ സംഘടിപ്പിക്കപ്പെടാതെ ഇവിടെ കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരിതമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ADGPയുടെ കാര്യത്തിൽ തന്നെ ഒരു ADGP ലോ ആൻഡ് ഓർഡർ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്ന് പറയുന്നു, കൊലപാതകയാണെന്ന് പറയുന്നു. ഒരനക്കവും ഇല്ല ഇവിടെ. ആ പറയുന്ന ആളാരാണ്? അയാൾ കയ്യേറ്റക്കാരൻ, അയാൾ കൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ളവൻ, അയാൾ പിന്നെ എന്താണ് ചീറ്റിംഗ് കേസിൽ പ്രതിയാകാൻ കിടക്കുന്നവൻ. ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിക്ഷിപ്ത താല്പര്യക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിച്ച് ഈ ചെളിക്കകത്ത് കിടന്ന് പൊളയുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനോവ്യഥ കൊണ്ട് പറയുന്നതാണെന്ന് ദയവ് ഇത് മനസ്സിലാക്കുക. ഒരുപക്ഷെ തിരിച്ചെന്നെ വാദിച്ച് തോൽപ്പിച്ചേക്കാം നിങ്ങൾ കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ആയിരിക്കാം. പക്ഷേ എന്നെ തോൽപ്പിക്കലല്ല ലക്ഷ്യം. എന്നെ പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ് എൻ്റെ പ്രതിനിധി പറയും ഞങ്ങൾ അവിടെ അത് നടത്തി, ഞങ്ങൾ മറ്റേ DGPയുടെ അവിടെ അത് നടത്തി, ഞങ്ങളത് ആയിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്നെ തോൽപ്പിച്ചേക്കാം. പക്ഷേ ഏറ്റവും ഈ പറഞ്ഞ പോലെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 80 വയസ്സുള്ളൊരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ചവനാണ് ഞാൻ. 80 വയസ്സും ഉള്ളൊരു മനുഷ്യൻ. 80 വയസ്സുള്ളപ്പോഴാണ് ഞാൻ VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അയാളുടെ സ്റ്റാഫിന് ഞാൻ ചേരുന്നത്. ആ മനുഷ്യൻ 101 വയസ്സായിട്ട് ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനെയെങ്കിലും നിങ്ങളൊരു മാതൃകയാക്കൂ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് 58 വയസ്സേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്? പത്രസമ്മേളനമാണോ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി? ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഒരു കേസ് കോടതി കൊടുത്തു, കോടതി എടുത്ത് ഔറ്റോട്ടെ കളഞ്ഞു. ഫോൺ VS അച്യുതാനന്ദൻ കൊടുത്ത ഡസൻ കണക്കിന് നിയമ പോരാട്ടങ്ങളിൽ ജയിച്ച പാരമ്പര്യമാണ് VS അച്യുതാനന്ദനുള്ളത്. എന്താണ് VD സതീശനുള്ള പാരമ്പര്യം? നിങ്ങൾ AI ക്യാമറ എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവന്ന് ഹൈക്കോടതി കൊടുത്തു. എവിടെയാണത് കിടക്കുന്നത്? എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതിയിൽ പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ വിഷയം തന്നെ വന്നു. ഈ വിഷയം തന്നെ വന്നപ്പോൾ എന്താണ്? കോട്ട് സൂട്ട് ഇട്ടിരുന്ന് പത്രസമ്മേളനം നടത്തുക, പത്രപ്രസ്താവന നടത്തുക. ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. ദയവ് ഇതിൽ നിന്നൊന്നും മാറി ഈ നെറികെട്ട ഈ മൃതദേഹം പോലും വിറ്റ് കാശാക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ 10 ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും ദയവായി ആരംഭിക്കണം എന്നാണ് പൊതുവിൽ പറയാനുള്ളത്. ഇത് ദയവ് ഈ പറയുന്നതൊന്നും വ്യക്തിപരമായി എടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിത് പറയാനേ പറ്റുള്ളൂ. എൻ്റെ പുറകിൽ പാർട്ടിയില്ല, ഗ്രൂപ്പും ഇല്ല, ഒന്നുമില്ല, സാമ്പത്തികവും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. ഇത് പറയാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ്റെ മനോവ്യഥയാണ് ഈ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടണം എന്നാണ് എനിക്ക് ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത്.
അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, അതുകൊണ്ട് എന്ത് തോന്നിയാസവും കാണിക്കാം, ആരും തൊടില്ല എന്ന അതിര് കടന്ന ആത്മവിശ്വാസം, അതാണ് പിണറായി വിജയനെ മഥിക്കുന്നത്. അതുകൊണ്ട് ഈ സമീപനം, ഇപ്പോൾ നിലവിലുള്ള ആ സമീപനത്തിൽ ഒരു വലിയൊരു മാറ്റം വരുത്തേണ്ടതല്ലേ? ഷാജഹാൻ പറഞ്ഞതോടുകൂടി ജനങ്ങളുടെ പ്രതിഷേധം, അത് സംഘടിപ്പിക്കുന്ന ആ വേദികളുടെ എണ്ണം കൂട്ടുക, കുറേ കൂടി വളരെ ക്രിയാത്മകമായി പ്രതിപക്ഷത്തിരിക്കുന്നവർ ഇടപെടേണ്ടതല്ലേ? മിസ്റ്റർ ഷാജഹാൻ്റെ വിമർശനത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഷാജഹാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കേരളത്തിൽ കേരളീയ സമൂഹം രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടു എന്ന എൻ്റെ കമൻറ്റ്, അതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. കാരണം ആ വന്ധീകരണത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് അതിശക്തമായി എടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ പൂർണ്ണമായും എടുക്കുന്നില്ല എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ വന്ധീകരിക്കപ്പെട്ട സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ളത്, പലപ്പോഴും രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് മിസ്റ്റർ ഷാജഹാൻ, താങ്കൾ പിണറായി സർക്കാരിനെതിരെ കൊമ്പ് ഒലുക്കി താങ്കൾക്ക് ചെയ്യാവുന്നതും പറയാവുന്നതും എല്ലാം പറഞ്ഞിട്ടും താങ്കൾ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. അതെന്തുകൊണ്ട്? രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഒരു മിനിറ്റ് താങ്കൾ പറയുന്നത് ശരിയാണ്. ഒരു മിനിറ്റ്, ഞാൻ തീർത്തിട്ട് ഷാജഹാൻ, ഞാൻ തീർക്കട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞ മുഴുവൻ കേട്ടതാണല്ലോ. യു ജസ്റ്റ് ലിസൺ. ഞാൻ പറയട്ടെ, ഈ നാട്ടിലെ ജനങ്ങൾ വന്ധീകരിക്കപ്പെട്ടവരായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെടാത്തവരായിരുന്നു എങ്കിൽ യാതൊരു സംശയവുമില്ല, ഷാജഹാൻ, നിങ്ങൾ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെടുമായിരുന്നു. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഈ നാട്ടിലെ സാംസ്കാരിക നായകന്മാർ വാ തുറക്കുന്നത് എപ്പോഴാണ് സർ? ഈ നാട്ടിലെ ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ട രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് നിങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ ഈ രാജ്യത്തെ, ഈ നാട്ടിലെ ജനങ്ങളെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കേണ്ട സാംസ്കാരിക നായകന്മാർ യു പിയിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് വാ തുറക്കുക. കേരളത്തിലെ ഏതെങ്കിലും വിഷയത്തിൽ ഒരു വാ തുറന്നിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളീയ സമൂഹം രാഷ്ട്രീയമായി വന്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ വന്ധ്യതയ്ക്കിടയിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് CPM മാത്രമല്ല, കോൺഗ്രസും CPM-ഉം മുസ്ലിം മതമൗലികവാദികളും വർഗീയവാദികളും സകല എണ്ണം ചുറ്റും വളഞ്ഞു നിൽക്കുക. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ജീവനെയും ഞങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJP ജയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങലിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് മുഴുവൻ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയും പോരാ, ഇനിയും ജനങ്ങളിലേക്ക് ഇറങ്ങണം, ഇനിയും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടണം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയ തിമിരം ബാധിച്ച, രാഷ്ട്രീയ അന്ധത ബാധിച്ച, രാഷ്ട്രീയ വന്ധീകരണം ബാധിച്ച ഒരു സമൂഹമാണ് കേരളത്തിൽ എന്നുള്ളത് ഒരു സംശയമില്ല. അത് എമർജൻസിയിൽ കണ്ടു, അടിയന്തരാവസ്ഥയിൽ കണ്ടു. ഇന്ത്യ മുഴുവൻ അടിയന്തരാവസ്ഥക്കെതിരെ നിന്നു, പക്ഷേ ഈ കേരളം അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായി നിന്നു. ഞാൻ ഓരോ ഉദാഹരണവും എടുത്തെടുത്ത് പറയാം. പ്രളയം വന്നപ്പോൾ, ഓഖി വന്നപ്പോൾ, അതിനൊക്കെ ശേഷമല്ലേ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത്? എങ്ങനെ വന്നു? ഒരു കിറ്റ് കിട്ടിയപ്പോൾ ബാക്കിയെല്ലാം മറന്നു, എല്ലാ അഴിമതിയും മറന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ വന്ധീകരിക്കപ്പെട്ടവരാണ് എന്ന് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായി തന്നെ അവരെ പ്രബുദ്ധരാക്കേണ്ട ചുമതല മിസ്റ്റർ ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെ അത് BJP-ക്കുണ്ട്. ഇവിടുത്തെ പ്രതിപക്ഷം കണ്ണടച്ചിരിക്കുക, വായടച്ചിരിക്കുക. ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ നിയമസഭയിലെ പ്രതിപക്ഷം, ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷമല്ല. പക്ഷേ ഇനിയും BJP മുന്നോട്ട് പോകാനുണ്ട്, മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എങ്ങനെയാണോ ബംഗാളിൽ വന്നത് ഇവരെ നിലംപരിശാക്കിയത്, എങ്ങനെയാണോ ത്രിപുരയിൽ ഇവരെ നിലംപരിശാക്കിയത്, അതേപോലെ തന്നെ BJP കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ ഇവരെ, ഈ കള്ളന്മാരെ, ഈ കുഴിവെട്ടികളെ, ഈ ശവന്തിരികളെ നിലംപരിശാക്കും ഞങ്ങൾ, സംശയമില്ല. ഒരാൾ സുരേഷ് ഗോപി ജയിച്ചപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബഹളം, ഗൂഢാലോചനയുടെ ബഹളം.
ഇതൊക്കെ ഷാജഹാനും കൂടി മനസ്സിലാക്കണം. ഒരു പോയിന്റ്, രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്താം. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് എനിക്ക് രസകരമായി തോന്നി. എൻ്റെ പൊന്ന് നിയാസെ, ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ രാഷ്ട്രീയം നോക്കരുത്. ദുരന്തത്തിൽ ബി ജെ പിക്കാരാണ് കളവ് ചെയ്തതെങ്കിൽ ബി ജെ പിക്കാർ കളവ് ചെയ്തു എന്ന് വിളിച്ചു പറയുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ. അതിനകത്ത് രാഷ്ട്രീയമില്ല. നിങ്ങൾ കോൺഗ്രസിൻ്റെ ആളുകൾ കളവ് ചെയ്ത് തട്ടിപ്പ് കാണിച്ചു എന്നുള്ളത് വലിയ വാർത്തയായിട്ട് മാധ്യമങ്ങളിൽ വന്നു. എനിക്ക് ഈ ചേളന്നൂർ പഞ്ചായത്ത് അറിയില്ല. അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എം.എ. ഖാദറാണ് ഈ കാര്യം വെളിയിൽ പറഞ്ഞത്. അനസിനെതിരെ നടപടിയെടുത്തില്ലേ? എനിക്കറിയാം. ഒരു മിനിറ്റ്, തീർക്കട്ടെ. ഇതൊക്കെ വെളിയിൽ വന്ന വാർത്തയാണ് സാർ. നിങ്ങൾ എന്തു പറഞ്ഞാലും അതെനിക്കറിയില്ല. ഞങ്ങളുടെ ആരുടെയും പേരിൽ വെളിയിൽ വരാറില്ല. ഇനി ഞാൻ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. ഇവരിപ്പോൾ എന്നോട് പറഞ്ഞു പ്രധാനമന്ത്രിയോട് പറയണം അടിയന്തരമായിട്ട് പെട്ടെന്ന് കൊടുക്കേണ്ട. ശരിയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 9-10 ദിവസങ്ങൾ ഇവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു കണക്ക് കൊണ്ടുവരും, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടെന്ന് പറയൂ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായി പറയൂ. എത്ര കാലം എടുത്തു കണക്ക് കൊടുക്കാൻ? 1 മാസം എടുത്തു. 17-ാം തീയതി മറ്റുമാണ് കണക്ക് കൊടുത്തത്. ആ കണക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഇവാലുവേഷൻ നടക്കുക. ആ കണക്കാണ് ഈ കള്ളക്കണക്ക്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തല്ലോ ഈ സർക്കാർ. അതിലെ 19-ാമത്തെ പേജ്, അതിനകത്ത് 2 വരി കൂടി വായിച്ച് ഞാൻ നിർത്താം. ഇൻ ദ ഇയർ ഓഫ് 24-25 ദ അലോക്കേഷൻ അണ്ടർ SDRF ഈസ് റുപ്പീസ് 388 കോടി അലോക്കേഷൻ. ഇൻ എ പ്രൊപ്പോർഷൻ, അതിൻ്റെ പ്രൊപ്പോർഷൻ 75% ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് 25% ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള. ഇൻ ദ ഇയർ 24-25 ദ അലോക്കേഷൻ അണ്ടർ SDMF, അതായത് മാനേജ്മെൻറ്റ് ഫണ്ട്, SDMF ഈസ് 97 crore. ഇൻ എ പ്രൊപ്പോർഷൻ 75% ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് 25% ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള. ഈ 388-ൻ്റെയും ഈ 97-ൻ്റെയും 75% ഈ കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുത്തത്. ഈ കള്ളന്മാർ പറയുന്ന കള്ളത്തരം നിങ്ങൾ ഏറ്റെടുക്കരുത്. ശരിയാണ്, വയനാടിന് വന്നിട്ടില്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പറയുന്നു, വയനാടിനെ രക്ഷിക്കാൻ, വയനാടിൻ്റെ ഈ പറഞ്ഞ ചൂരൽമലയടക്കമുള്ള മുഴുവൻ സ്ഥലത്തെ പ്രശ്നങ്ങളും സംരക്ഷിക്കാൻ, വയനാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ ചെയ്യാവുന്നതെല്ലാം ചെയ്യും. പക്ഷേ ഈ കള്ളക്കണക്ക് കൊണ്ടുപോയാൽ കിട്ടില്ല. നിയാസ്, പെട്ടെന്ന്, സമയമില്ല. നോക്കൂ ഗോപാലകൃഷ്ണ, ഞാൻ ഇപ്പോഴും പറയുന്നത് കേന്ദ്രവും കേരളവും എല്ലാ കാലത്തും ദുരിതാശ്വാസ ഫണ്ട് എല്ലാ വർഷവും ബഡ്ജറ്റിൽ നീക്കിയിരിപ്പുണ്ട്. അത് റെഗുലർ ഫിനോമിനയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് പറഞ്ഞല്ലോ കണക്ക് കൊടുത്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ദുരിതാശ്വാസം കൊടുത്തത്. എന്തേ ആന്ധ്രയിൽ കണക്ക് കൊടുത്തിട്ടാണോ കൊടുത്തത്? ബീഹാറിൽ കണക്ക് കൊടുത്തിട്ടാണോ കൊടുത്തത്? അത് അഡ്വാൻസ് ആണ്. അത് ദുരന്തം നടന്ന ഉടനെ സർക്കാർ നൽകുന്ന തുകയിലേക്കുള്ള അഡ്വാൻസ് ആണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങേക്ക് വഴങ്ങുന്നില്ല, ഞാൻ വഴങ്ങുന്നില്ല. ഞാനൊരു കാര്യം അങ്ങയോട് തുറന്നു പറയാം. ഇത് മറ്റെല്ലാ സംസ്ഥാനത്തും നടന്നപ്പം അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഒരു കണക്കും തരുന്നതിന് മുമ്പും അഡ്വാൻസായി നൽകിയ ചരിത്രം ഞാൻ രേഖകൾ എടുത്ത് പരിശോധിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ കേരളത്തിൽ അത് ഉണ്ടായില്ല. അങ്ങിപ്പോൾ പറയുന്നത് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബഡ്ജറ്റ് പ്രൊവിഷനാണ്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കേന്ദ്ര വിഹിതം 75%, സംസ്ഥാന വിഹിതം 25%. അതെല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ആ തുകയാണ് അങ്ങ് പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നത്, ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഷാജഹാൻ പറഞ്ഞതിന് ഞാൻ പറയുന്ന മറുപടി എന്താ വെച്ചാൽ, ഷാജഹാനെ ശരിയാണ്, കേരള ഗവൺമെന്റ് ചെയ്യുന്ന ഈ വൃത്തികേടുകളെ ഞങ്ങൾക്ക് വിരോധിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ ADGP ഒരു ഇവരുമായുള്ള ബന്ധത്തിലുള്ള ഒരു കണ്ണിയായി ADGP മുഖ്യമന്ത്രിയുടെ ബന്ധുവും കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് തൃശ്ശൂർ അടക്കം ജയിച്ചിട്ടുള്ളത്. അത് ഗോപാലകൃഷ്ണൻ പൊള്ളും. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്
കാലങ്ങളായി ജയിക്കാത്ത നിങ്ങൾ ജയിച്ചത് CPM-ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. അത് തന്നെയാണ് ഷാജഹാൻ ഇവിടെ പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും പറയാം, അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബംഗാളിനെ പോലെ കടന്നു വരാൻ കഴിയില്ല. അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഗുജറാത്തിനെ പോലെ വഴിയില്ല. ഞങ്ങൾ തുറന്നു പറയുന്നു, ഞങ്ങളെ പോലെ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായുള്ള കേസ് നിർത്തിവെക്കുന്നത് ആരാണ്? നിങ്ങളെ മുഖ്യമന്ത്രിയുടെ കേരള മുഖ്യമന്ത്രിക്കെതിരെയുള്ള ലാവ്ലിൻ കേസിൽ ആരാ സഹായിക്കുന്നത്? സ്വർണ്ണക്കടത്ത് കേസിൽ ആരാ സഹായിക്കുന്നത്? ഗോപാലകൃഷ്ണൻ അന്ന് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. അന്ന് വിരളി പിടിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയും, പറയാനുള്ള കേൾക്കാനുള്ള സാമാന്യ മര്യാദ BJP-ക്കാർ കാണിക്കണം. BJP-ക്കാർക്ക് വിരളി പിടിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പറയുമ്പോ അന്ന് പറഞ്ഞപ്പോ മിണ്ടാതിരുന്നതുകൊണ്ടാ, അന്ന് പറഞ്ഞത് മിണ്ടാതിരുന്നതുകൊണ്ടാ. എനിക്ക് പറയാനുണ്ട്, നെഞ്ഞി വിരിച്ച് പറയാൻ കഴിയും. അങ്ങേക്ക് തല മറച്ചല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ തല മറച്ചല്ലാതെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് അങ്ങേക്ക്. യെസ് എന്തായാലും ചർച്ച അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഷാജഹാൻ, ഒരു ട്രോള് അത് വളരെ ശ്രദ്ധയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് വായിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് ഓടിക്കയറിയ കുടുംബത്തിന് കാവൽ നിന്ന് ആനയ്ക്ക് സർബത്ത് വാങ്ങിക്കൊടുത്ത വകയിൽ 7 ലക്ഷം രൂപ ഈ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.